ഡിയർ സ്റ്റുഡൻസ്, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിലെ അവസാന ചാപ്റ്ററായിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റാണ് നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ക്ലാസ് 6.1 ആണ്. എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ? വാട്ട് ഇസ് ദ മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ? Working capital is the capital required for day-to-day working of an organization, such as purchase of raw material, payment of salaries, payment of wages, payment of rent, advertisement expenses, etc. Okay, it is needed for holding some current assets such as stock, debtors, bills receivable, cash, etc. അപ്പം സ്വാഭാവികമായിട്ടൊരു സ്ഥാപനം ഒരു നിശ്ചിത എമൗണ്ട് ക്യാഷായിട്ട്, ലിക്വിഡ് ക്യാഷായിട്ട് സൂക്ഷിക്കേണ്ടി വരും. കുറച്ച് എമൗണ്ട് ബിൽസ് റിസീവബിൾസ് ആയിട്ടുണ്ടാവും, കുറച്ച് എമൗണ്ട് ഡെറ്റേഴ്സിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും, സ്റ്റോക്കിന് മീതെ നിശ്ചിത എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഇങ്ങനെ കറണ്ട് അസറ്റിൽ ഹോൾഡ് ചെയ്തിട്ടുള്ള ബിസിനസ്സിൻ്റെ ആ ഫണ്ടിനെയാണ്, ആ എമൗണ്ടിനെയാണ് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Current assets are also called convertible assets because they change from one form to another within a short period of time. ഒരു നിശ്ചിത പീരീഡിനുള്ളിൽ തന്നെ അത് പല ഫോമിൽ ഇങ്ങനെ കൺവേർട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ക്യാഷ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ. നമ്മൾ ക്യാഷ് കൊടുത്ത് റോ മെറ്റീരിയൽ വാങ്ങിക്കുന്ന സമയത്ത് ആ ക്യാഷ് എന്ന കറണ്ട് അസറ്റ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയലായി മാറുന്നു. റോ മെറ്റീരിയൽ ഇൻറ്റു വർക്ക് ഇൻ പ്രോഗ്രസ്. റോ മെറ്റീരിയൽ മാനുഫാക്ചറിങ് പ്രോസസ്സിന് വിധേയമാകുമ്പോൾ ഒരു ഘട്ടത്തിൽ അത് വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന രൂപത്തിലായി മാറും. ദെൻ വർക്കിംഗ് പ്രോഗ്രസ് ഇൻറ്റു ഫിനിഷ്ഡ് ഗുഡ്സ്. വർക്ക് ഇൻ പ്രോഗ്രസ് ആ വർക്ക് മാനുഫാക്ചറിങ് പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നതോടുകൂടി ഫിനിഷ്ഡ് ഗുഡ്സായി മാറും. ഫിനിഷ്ഡ് ഗുഡ്സ് ഇൻറ്റു ഡെറ്റേഴ്സ്. ഫിനിഷ്ഡ് ഗുഡ്സ് നമ്മൾ ക്രെഡിറ്റ് സെയിൽസ് നടത്തുന്ന സമയത്ത് അത് ഡെറ്റേഴ്സ് എന്ന രൂപത്തിലായി മാറ്റപ്പെട്ടു. ഡെറ്റേഴ്സ് ഇൻറ്റു റിസീവബിൾ. പൈസ നമുക്ക് തരാനുള്ള ആൾക്കാർക്ക് ബിൽസ് ഓഫ് എക്സ്ചേഞ്ച് നമ്മൾ ഒപ്പിട്ട് വാങ്ങിക്കുന്ന സമയത്ത് അവ ബിൽസ് റിസീവബിളായി മാറുന്നു. ദെൻ റിസീവബിൾസ് ഇൻറ്റു ക്യാഷ്. പിന്നീട് ആ ബിൽസ് റിസീവബിൾസ് ഡ്യൂ ഡേറ്റിന് വീണ്ടും ക്യാഷായിട്ട് മാറ്റപ്പെടുന്നു. അപ്പോൾ ക്യാഷിൽ നിന്ന് തുടങ്ങി ക്യാഷിലേക്ക് തന്നെ എത്തുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ വർക്കിംഗ് ക്യാപിറ്റലിനെ എല്ലായ്പ്പോഴും നമ്മൾ സർക്കുലേറ്റിംഗ് ക്യാപിറ്റൽ എന്നെല്ലാം വിളിക്കാറുണ്ട്. വീണ്ടും അത് കറങ്ങി ക്യാഷായിട്ട് തന്നെ വരികയാണ്. ഹിയർ ദി എമൗണ്ട് ഗോസ് ഓൺ സർക്കുലേറ്റിംഗ് ഓർ റിവോൾവിംഗ് ഫ്രം ക്യാഷ് ടു അതർ ഫോംസ് ഓഫ് കറണ്ട് അസറ്റ്സ് ആൻഡ് ഫ്രം കറണ്ട് അസറ്റ്സ് ടു ക്യാഷ്. Therefore, working capital is called circulating capital or revolving capital or floating capital or liquid capital or operating capital. Okay. Then, what is the nature of working capital? Working capital is that part of total capital which is required for the day-to-day working of an enterprise. ഒരു എൻ്റർപ്രൈസിൻ്റെ ഡേ ടു ഡേ വർക്കിങ്ങിന് ആവശ്യമായി വരുന്ന ക്യാപിറ്റലിൻ്റെ പോർഷൻ ആയതുകൊണ്ടാണ് അതിനെ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദി എമൗണ്ട് ഇൻവെസ്റ്റഡ് ഇൻ കറണ്ട് അസറ്റ്സ്. നമ്മൾ കണ്ടു കഴിഞ്ഞു, എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ആക്ച്വലി ദി എമൗണ്ട് ഇൻവെസ്റ്റഡ് ഇൻ ദി current assets of the enterprise. Then third one, as investment is in each of the current assets varies in each day, the management of current assets requires more attention than management of fixed assets. ഒരു ദിവസവും ഒരു സ്ഥാപനത്തിന് ആവശ്യമായി വരുന്ന കറണ്ട് അസറ്റ് അതിൻ്റെ എമൗണ്ട് വ്യത്യസ്തമായിരിക്കുന്നത് കൊണ്ട് തന്നെ ചില ദിവസങ്ങളിൽ ക്യാഷ് കൂടുതലായിട്ട് ആവശ്യമായി വരും. വേജസൊക്കെ സാലറിയൊക്കെ പേ ചെയ്യേണ്ട സമയത്ത് കൂടുതലായിട്ട് ക്യാഷ് തന്നെ കറണ്ട് അസറ്റ് ക്യാഷ് എന്ന രൂപത്തിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. ചില സമയത്ത് സ്റ്റോക്ക് കൂടുതലായിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. ഇങ്ങനെ പല ദിവസങ്ങളിൽ പല ടൈപ്പ് കറണ്ട് അസറ്റ് വ്യത്യസ്തമായ രീതിയിൽ ആവശ്യമായി വരുന്നത് കൊണ്ട് തന്നെ ദി മാനേജ്മെൻറ്റ് ഓഫ് കറണ്ട് അസറ്റ്സ് റിക്വയർസ് മോർ അറ്റൻഷൻ ദെൻ മാനേജ്മെൻറ്റ് ഓഫ് ഫിക്സ്ഡ് അസറ്റ്. ഫിക്സ്ഡ് അസറ്റ് മാനേജ്മെൻറ്റിനേക്കാളും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് കറണ്ട് അസറ്റ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. വർക്കിംഗ് ക്യാപിറ്റൽ ഷുഡ് ബി നെയ്തർ ടു ലാർജ് നോർ ടു ലെസ്. വർക്കിംഗ് ക്യാപിറ്റൽ ടു ലാർജ് ആവാൻ പാടില്ല, ടു ലെസ്സും ആകാൻ പാടില്ല. പിന്നെയോ എത്രയായിരിക്കണം? ആഡിക്വേറ്റ് ആയിരിക്കണം. ആവശ്യമായ അത്രയും വർക്കിംഗ് ക്യാപിറ്റലാണ്, ഓപ്റ്റിമം വർക്കിംഗ് ക്യാപിറ്റലാണ് ഒരു ഫേമിന് വേണ്ടിയിരിക്കേണ്ടത്. അതൊരിക്കലും ഇറ്റ് ഷുഡ് നോട്ട് ബി ടു ലാർജ്, ഷുഡ് നോട്ട് ബി ടു ലെസ്. Fifth point, generally the working capital requirements are financed through short-term sources.
വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് എല്ലാം സാധാരണയായിട്ട് ഷോർട്ട് ടേം സോഴ്സസിലൂടെയാണ് ഫിനാൻസ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, however a part of working capital may be financed through long term sources. എന്നാൽ ഒരു നിശ്ചിത എമൗണ്ട് വർക്കിംഗ് ക്യാപിറ്റൽ ലോങ് ടേം സോഴ്സിലൂടെയും നമ്മൾ റേസ് ചെയ്യാറുണ്ട്. അതായത് ഉദാഹരണമായിട്ട് നമുക്ക് ക്യാഷ് ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഡെറ്റേഴ്സ് ഉണ്ട്. ഇതെല്ലാം നമ്മുടെ കറണ്ട് അസറ്റ്. ക്യാഷ്, ഡെറ്റേഴ്സ്, ബിൽസ് റിസീവബിൾ, സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്, സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ, ഇതെല്ലാം കറണ്ട് അസറ്റ്. ഈ കറണ്ട് അസറ്റ്സ് എല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത് പലപ്പോഴും ഷോർട്ട് ടേം സോഴ്സ് ഓഫ് ഫിനാൻസിലൂടെയാണ് റേസ് ചെയ്യുക. അതായത് ഇതിന് തുല്യമായിട്ട് കറസ്പോണ്ടിങ് ആയിട്ട് കറണ്ട് ലയബിലിറ്റീസ്, ബിൽസ് പേയബിൾ, ഷോർട്ട് ടേം ലോൺസ്, ക്രെഡിറ്റേഴ്സ് തുടങ്ങിയ കറണ്ട് ലയബിലിറ്റീസും ഉണ്ടാവും. പക്ഷേ എല്ലായ്പ്പോഴും അങ്ങനെയല്ല. നിശ്ചിത എമൗണ്ട് നമ്മൾ കറണ്ട് അസറ്റ് റേസ് ചെയ്യുന്നത് അതിൻ്റെ സോഴ്സ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ലോങ് ടേം സോഴ്സ് ആയിരിക്കുകയും ചെയ്യും. ഓക്കെ, and sixth point is working capital management involves cash management, inventory management, receivables management and payables management. ഇതെല്ലാം ചേർന്നിട്ടുള്ളത് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ്. വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ആ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ വേരിയസ് കോമ്പോണൻസ് ആണ് ക്യാഷ്, ഇൻവെൻറ്ററി, റിസീവബിൾസ്, പേയബിൾസ്, ഇതൊക്കെ. ഓക്കെ, then seventh point, working capital has two major concepts. They are ഗ്രോസ് കോൺസെപ്റ്റ് ആൻഡ് നെറ്റ് കോൺസെപ്റ്റ്. അതാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി ഇനി പോകുന്നത്. വർക്കിംഗ് ക്യാപിറ്റലിന് പ്രധാനമായും രണ്ട് കോൺസെപ്റ്റ് ആണുള്ളത്. ഒന്ന് ഗ്രോസ് കോൺസെപ്റ്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ, സെക്കൻഡ് ഈസ് നെറ്റ് കോൺസെപ്റ്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. ഓക്കെ, ലെറ്റ് us see what are the two important concepts of working capital. You know, the two concepts are gross concept and net concept. First of all, what is gross concept of working capital? Working capital refers to the amount of fund invested in current assets. According to gross concept of working capital refers to the total amount of funds invested in current assets. Means working capital is equal to total current assets. ഞാൻ നേരത്തെ കറണ്ട് അസറ്റ്സ് എന്ന് പറയുമ്പോൾ ക്യാഷ് ഇൻ ഹാൻഡ് വരുന്നു, ക്യാഷ് അറ്റ് ബാങ്ക് വരുന്നു, സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ വരുന്നു, സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്, സൺട്രി ഡെറ്റേഴ്സ്, ബിൽസ് റിസീവബിൾ എന്നിങ്ങനെയുള്ള കറണ്ട് അസറ്റ് കോമ്പോണൻസ്. ഈ കറണ്ട് അസറ്റ്സിൻ്റെയൊക്കെ ടോട്ടലിനെയാണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏത് കോൺസെപ്റ്റ് പ്രകാരം? ഗ്രോസ് കോൺസെപ്റ്റ് പ്രകാരം. ഓക്കെ, വർക്കിംഗ് ക്യാപിറ്റൽ ആസ് പെർ ദിസ് കോൺസെപ്റ്റ് ഈസ് കോൾഡ് ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പോൾ ഗ്രോസ് കോൺസെപ്റ്റ് പ്രകാരം എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് ക്ലിയർ ആയല്ലോ. അപ്പോൾ ആ വർക്കിംഗ് ക്യാപിറ്റലിന് പൊതുവേ നമ്മൾ വിളിക്കുക ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്നാണ് വിളിക്കുക. അതായത് വർക്കിംഗ് ക്യാപിറ്റൽ കമ്പ്യൂട്ടഡ് ആസ് പെർ ഗ്രോസ് കോൺസെപ്റ്റ് പ്രകാരം കമ്പ്യൂട്ട് ചെയ്യുന്ന വർക്കിംഗ് ക്യാപിറ്റൽ. അതായത് കമ്പ്യൂട്ട് ചെയ്യുന്ന വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് അസറ്റ്സിൻ്റെ ഒക്കെ ടോട്ടൽ. ഓക്കെ, ആൻഡ് ദിസ് വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ജനറലി ടേംഡ് ആസ് ദി ക്വാണ്ടിറ്റേറ്റീവ് കോൺസെപ്റ്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. ഗ്രോസ് കോൺസെപ്റ്റിനെ നമ്മൾ പൊതുവെ വിളിക്കുന്നത് ക്വാണ്ടിറ്റേറ്റീവ് കോൺസെപ്റ്റ് എന്നാണ്. എന്തുകൊണ്ടാണ്? ഇത് ടോട്ടലാണ്, അതിൻ്റെ ക്വാളിറ്റി അല്ല നമ്മൾ നോക്കുന്നത്, മൊത്തം എമൗണ്ട് എത്രയാണ് എന്നാണ് നോക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഗ്രോസ് കോൺസെപ്റ്റിനെ ക്വാണ്ടിറ്റേറ്റീവ് കോൺസെപ്റ്റ് എന്നും വിളിക്കുന്നത്. ഓക്കെ, then let us see the second concept, net concept of working capital. According to net concept of working capital refers to excess of current assets over current liability, that is net current assets. ഇവിടെ നെറ്റ് കോൺസെപ്റ്റ് പ്രകാരം കറണ്ട് അസറ്റ്സിൻ്റെ ടോട്ടൽ അല്ല വർക്കിംഗ് ക്യാപിറ്റൽ, പിന്നെ എന്താ? ടോട്ടൽ ഓഫ് കറണ്ട് അസറ്റ്സ് മൈനസ് ടോട്ടൽ ഓഫ് കറണ്ട് ലയബിലിറ്റി. മീൻസ് ദി എക്സസ് ഓഫ് കറണ്ട് അസറ്റ്സ് ഓവർ ആൻഡ് അബോവ് ദി കറണ്ട് ലയബിലിറ്റി. കറണ്ട് ലയബിലിറ്റിയും കഴിച്ച് അധികമായിട്ടുള്ള കറണ്ട് അസറ്റ്സിനെയാണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആസ് പെർ നെറ്റ് കോൺസെപ്റ്റ്. മീൻസ് വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു കറണ്ട് അസറ്റ്സ് മൈനസ് കറണ്ട് ലയബിലിറ്റി. ഗ്രോസ് കോൺസെപ്റ്റ് പ്രകാരം എന്തായിരുന്നു? വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു കറണ്ട് അസറ്റ്സ് ആയിരുന്നു, ടോട്ടൽ ഓഫ് കറണ്ട് അസറ്റ്സ്. ഇവിടെ എങ്ങനെയാണ്? വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു ടോട്ടൽ ഓഫ് കറണ്ട് അസറ്റ്സ് മൈനസ് ടോട്ടൽ ഓഫ് കറണ്ട് ലയബിലിറ്റി. ഓർ വർക്കിംഗ് ക്യാപിറ്റൽ മീൻസ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പോൾ കറണ്ട് ലയബിലിറ്റി കുറച്ച ശേഷമുള്ള കറണ്ട് അസറ്റിനെയാണ് നെറ്റ് കറണ്ട് അസറ്റ് എന്ന് വിളിക്കും. ആ നെറ്റ് കറണ്ട് അസറ്റ് ആണ് വർക്കിംഗ് ക്യാപിറ്റൽ ഈ നെറ്റ് കോൺസെപ്റ്റ് പ്രകാരം. അതുകൊണ്ടാണ് വർക്കിംഗ് ക്യാപിറ്റലിനെ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നത്. നേരത്തെ ഗ്രോസ് കോൺസെപ്റ്റ് പ്രകാരമുള്ള ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ, നെറ്റ് കോൺസെപ്റ്റ് പ്രകാരമുള്ള വർക്കിംഗ് ക്യാപിറ്റൽ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയും. ദിസ് നെറ്റ് കോൺസെപ്റ്റ് ഈസ് ഓൾസോ കോൾഡ് ക്വാളിറ്റേറ്റീവ് കോൺസെപ്റ്റ്. ഇവിടെ
വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ടോട്ടൽ കറണ്ട് അസറ്റ് മാത്രമല്ല, ആ കറണ്ട് അസറ്റിൽ നിന്ന് നമ്മൾ പെട്ടെന്ന് കൊടുത്തു തീർക്കേണ്ട ആ കറണ്ട് ലയബിലിറ്റിയും കഴിച്ച് എക്സസ് ആയിട്ട് എത്ര കറണ്ട് അസറ്റ് ഉണ്ട് എന്നുള്ളതിനെയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ആ ക്വാളിറ്റേറ്റീവ് കോൺസെപ്റ്റ് ആണെന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു നെറ്റ് കോൺസെപ്റ്റ്, വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ദാറ്റ് പോർഷൻ ഓഫ് ഫേംസ് കറണ്ട് അസറ്റ്സ് വിച്ച് ഈസ് ഫിനാൻസ്ഡ് വിത്ത് ലോങ് ടേം ഫണ്ട്സ്. അപ്പോൾ എക്സസ് ഓഫ് കറണ്ട് അസറ്റ്സ് ഓവർ ആൻഡ് അബോവ് കറണ്ട് ലയബിലിറ്റി എന്ന് പറയുമ്പോൾ ആ എക്സസ് ആയിട്ടുള്ള കറണ്ട് അസറ്റ് നമ്മൾ റേസ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ലോങ് ടേം ഫണ്ടിലൂടെ ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ നെറ്റ് കോൺസെപ്റ്റ്, ഗ്രോസ് കോൺസെപ്റ്റ് എന്നീ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ 2 കോൺസെപ്റ്റ്സ് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ദെൻ കോമ്പോണൻസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. നമ്മളിപ്പോൾ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ നെറ്റ് കോൺസെപ്റ്റ്, ഗ്രോസ് കോൺസെപ്റ്റ് ഒക്കെ മനസ്സിലാക്കുമ്പോൾ ഈ കോമ്പോണൻസ് ആണ് നമ്മൾ മനസ്സിലാക്കിയത്. സത്യത്തിൽ കോമ്പോണൻസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ, ദർ ആർ 2 components. One is current asset and the second is current liability. What is current asset? Current assets are those assets which can be converted into cash in a normal course of activity of a firm, usually 1 year. ഒരു നോർമൽ കോഴ്സ് ഓഫ് ആക്ടിവിറ്റി, ഒരു ഫേമിൻ്റെ നോർമൽ കോഴ്സ് ഓഫ് ആക്ടിവിറ്റി അല്ലെങ്കിൽ സാധാരണയായിട്ട് ഒരു വർഷത്തിനുള്ളിൽ തന്നെ ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്ന രീതിയിലുള്ള അസറ്റിനെയാണ് കറണ്ട് അസറ്റ്സ് എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനം ക്യാഷ് എന്ന് തന്നെയാണ്. അത് ക്യാഷായി കൺവേർട്ട് ചെയ്യേണ്ടതേ ഇല്ല, ക്യാഷ് ആയിട്ട് തന്നെയാണുള്ളത്. അതുപോലെ ക്യാഷ് ഇൻ ബാങ്ക്, അതുപോലെ ഷോർട്ട് ടേം, അതായത് ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്സ്, ബാങ്ക് ബാലൻസ്, ഡെറ്റേഴ്സ്, ബിൽസ് റിസീവബിൾ, സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ, സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്, പ്രീപെയ്ഡ് എക്സ്പെൻസസ് എക്സെട്ര. ഇതെല്ലാം കറണ്ട് അസറ്റ്സ് ആണ്. Then second component, current liability. Those current liabilities are those liabilities which are repayable in a normal course of activity of a firm, usually 1 year. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു നോർമൽ കോഴ്സ് ഓഫ് ആക്ടിവിറ്റി ഓഫ് എ ഫേം യൂഷ്വലി 1 year. ആ 1 yearനുള്ളിൽ തന്നെ കൊടുത്തു തീർക്കേണ്ട ബാധ്യതകളെയാണ് കറണ്ട് ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേയബിൾ, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്, ഡിവിഡൻഡ് പേയബിൾ എക്സെട്ര. All these are to be paid within a short period of time, generally within 1 year, and therefore all these items are current liabilities. Okay, then what are the different types of working capital? നേരത്തെ നമ്മൾ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ 2 കോൺസെപ്റ്റ് കണ്ടു. തൊട്ട് മുൻപ് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ കോമ്പോണൻസ്, 2 കോമ്പോണൻസ് എന്താണെന്ന് മനസ്സിലായി. ദെൻ types of working capital. Working capital may be of 2 types. First one is permanent working capital and the second is variable working capital. Let us see the first one, permanent working capital. What is permanent working capital? Permanent working capital is the minimum amount of working capital which is continuously required by the enterprise to carry out its normal business activities, normal business operation. ഒരു ബിസിനസ് സംരംഭത്തിന് അതിൻ്റെ നോർമൽ ബിസിനസ് ഓപ്പറേഷൻ നടത്തിക്കൊണ്ടുപോകാൻ വേണ്ട മിനിമം വർക്കിംഗ് ക്യാപിറ്റൽ, റെഗുലറായിട്ട് അല്ലെങ്കിൽ സ്ഥാപനത്തിന് കണ്ടിന്യൂസ് ആയിട്ട് ആവശ്യമായി വരുന്ന ആ മിനിമം വർക്കിംഗ് ക്യാപിറ്റൽ, അതെന്താ, ആ എമൗണ്ട് എത്രയാണോ അതിനെ പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ഓൾസോ കോൾഡ് ഫിക്സ്ഡ് വർക്കിംഗ് ക്യാപിറ്റൽ. ആ മിനിമം എമൗണ്ട് എല്ലായ്പ്പോഴും സ്ഥാപനത്തിൽ വേണം. ആ വർക്കിംഗ് ക്യാപിറ്റൽ എമൗണ്ട് നിർബന്ധമായിട്ടും മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ്. അതിനേക്കാൾ ഒരിക്കലും കുറയാൻ പാടില്ല. ആ മിനിമം എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ വിച്ച് ഈസ് നീഡഡ് ബൈ എ ബിസിനസ് ഓർഗനൈസേഷൻ കണ്ടിന്യൂസ്ലി ഫോർ carry out its നോർമൽ ബിസിനസ് ഓപ്പറേഷൻ, അതിനെയാണ് പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ക്ലിയർ? ഓർ ഫിക്സ്ഡ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയും. ഈ പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ക്യാൻ ബി ഫർദർ ഡിവൈഡഡ് ഇൻറ്റു 3 മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യും. ഏതൊക്കെയാണ്? ഇനീഷ്യൽ വർക്കിംഗ് ക്യാപിറ്റൽ, റെഗുലർ വർക്കിംഗ് ക്യാപിറ്റൽ ആൻഡ് റിസർവ് വർക്കിംഗ് ക്യാപിറ്റൽ ഓർ കുഷ്യൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയും. Let us see the first one, initial working capital. What is initial working capital? Initial working capital is actually a part of a type of permanent working capital. What is this initial working capital? Initial working capital refers to the working capital needed in the initial stage of business. Business in the initial stages ആവശ്യമായി വരുന്ന permanent working capital ആ ഭാഗത്തെയാണ് initial working capital എന്ന് പറയുന്നത്. Then regular working capital. Is this working capital required for continuous operations in the business? ബിസിനസ്സിൽ കണ്ടിന്യൂസ് ആയിട്ട് ആവശ്യമായി വരുന്ന വർക്കിംഗ് ക്യാപിറ്റലിനെയാണ്, റെഗുലർ ആയിട്ട് ആവശ്യമായി വരുന്ന വർക്കിംഗ് ക്യാപിറ്റലിനെയാണ് റെഗുലർ വർക്കിംഗ് ക്യാപിറ്റൽ. ഇനീഷ്യൽ സ്റ്റേജിൽ വരുന്നു. അതല്ലാതെ റെഗുലർ ആയിട്ട് വരുന്നതാണ് റെഗുലർ വർക്കിംഗ് ക്യാപിറ്റൽ. ദെൻ ദി തേർഡ് വൺ ഈസ് റിസർവ് മാർജിൻ ഓർ cushion working capital. It is the working capital maintained to meet contingencies that may arise at any time. ഏതെങ്കിലും സമയത്ത് എന്തെങ്കിലും കണ്ടിൻജൻസീസ് വരികയാണെങ്കിൽ
വരികയാണെങ്കിൽ അത് ഫേസ് ചെയ്യാൻ വേണ്ടി വെക്കുന്ന മിനിമം എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ, അതിനെയാണ് റിസർവ് മാർജിൻ ഓർ കുഷ്യൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയും. ഇതെല്ലാം ചേർന്നതാണ് സത്യത്തിൽ പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഈ 3 രൂപത്തിലായിരിക്കും. ഇനീഷ്യൽ സ്റ്റേജസിൽ വരുന്ന ക്യാപിറ്റൽ വർക്കിംഗ് ക്യാപിറ്റൽ, മിനിമം എമൗണ്ട് ഇനീഷ്യൽ സ്റ്റേജ്, മിനിമം എമൗണ്ട് വർക്കിംഗ് ക്യാപിറ്റൽ നീഡഡ് അറ്റ് ദി ഇനീഷ്യൽ സ്റ്റേജ്. റെഗുലർ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ മിനിമം എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ദാറ്റ് ഈസ് റിക്വയർഡ് ഫോർ റെഗുലർ ഓർ ഡേ ടു ഡേ ഓർ കണ്ടിന്യൂസ് ഓപ്പറേഷൻസ് ഓഫ് ബിസിനസ്. ആൻഡ് റിസർവ് മാർജിൻ refers to the minimum amount of working capital needed to meet the contingencies that may arise at any time. Okay, all these are the components of permanent working capital. Okay, then let us see what is the second type of working capital, that is variable working capital. What is variable working capital? Variable working capital refers to the working capital over and above the permanent working capital. പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ഫിക്സ്ഡ് വർക്കിംഗ് ക്യാപിറ്റലിനേക്കാളും കൂടുതലായിട്ട് വരുന്ന ടോട്ടൽ വർക്കിംഗ് ക്യാപിറ്റലിൽ ഫിക്സ്ഡ് വർക്കിംഗ് ക്യാപിറ്റൽ അല്ലെങ്കിൽ പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റലും കഴിച്ച് അധികമായിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റൽ എത്രയാണോ അതിനെയാണ് വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന്. വൈ ഇറ്റ് ഈസ് ടേംഡ് ആസ് വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റൽ? ബിക്കോസ് ദിസ് വേരീസ് വിത്ത് ദി വോളിയം ഓഫ് ബിസിനസ്. നമ്മൾ നടത്തുന്ന ബിസിനസ് അല്ലെങ്കിൽ നമ്മൾ സെയിൽസിൽ വരുത്തുന്ന വർധനം അല്ലെങ്കിൽ ബിസിനസ് ഓപ്പറേഷൻ്റെ വോള്യത്തിൽ, ലെവൽ ഓഫ് ആക്ടിവിറ്റിയിൽ വരുന്ന ചേഞ്ചസിനനുസരിച്ച് കൂടുകയും കുറയുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ വർക്കിംഗ് ക്യാപിറ്റൽ. ദാറ്റ് ഈസ് വൈ ദിസ് ഈസ് ടേംഡ് ആസ് വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റൽ. Okay, it is the additional working capital required to meet the seasonal or special needs. ഒരു പ്രത്യേക സീസണിൽ സ്വാഭാവികമായിട്ടൊരു സ്ഥാപനത്തിൻ്റെ ലെവൽ ഓഫ് ആക്ടിവിറ്റി ഒന്ന് വർദ്ധിക്കും, അല്ലെങ്കിൽ ചില സ്പെഷ്യൽ നീഡ്സ് ഉണ്ടാകുന്ന സമയത്ത് ആവശ്യമായി വരുന്ന വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ അളവ് കൂടും. അപ്പോൾ അങ്ങനെ വേരി ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കിംഗ് ക്യാപിറ്റലിനെയാണ് വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ദിസ് വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റൽ ഓഫ് മേ ബി ഓഫ് 2 types. They are seasonal working capital and special working capital. What is seasonal working capital? Meaning can be understood from the term itself, seasonal working capital. It is the working capital which is needed to meet the seasonal needs of the firm. ചില പ്രത്യേക സീസണിൽ ആവശ്യമായി വരുന്ന വർക്കിംഗ് ക്യാപിറ്റൽ. ഇപ്പോൾ അംബ്രല മാനുഫാക്ചറിങ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം സീസൺ, ആ ഒരു പ്രത്യേക സീസണിൽ കൂടുതലായിട്ട് വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമായി വരും. ഓക്കെ, ഇറ്റ് ഈസ് ദി അഡീഷണൽ വർക്കിംഗ് ക്യാപിറ്റൽ നീഡഡ് ഡ്യൂറിങ് ബിസി സീസൺസ്. ഓക്കെ, ബിസി സീസണിൽ അധികമായിട്ട് വേണ്ടി വരുന്ന വർക്കിംഗ് ക്യാപിറ്റലിനെയാണ് സീസണൽ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതുപോലെ മറ്റൊരു ടൈപ്പ് വർക്കിംഗ് ക്യാപിറ്റലാണ് സ്പെഷ്യൽ വർക്കിംഗ് ക്യാപിറ്റൽ. Special working capital refers to the extra working capital to be maintained to meet unforeseen contingencies or to finance special operation. നമുക്ക് അൺഫോർസീൻ ആയിട്ടുള്ള കണ്ടിൻജൻസീസ് അല്ലെങ്കിൽ ചില പ്രത്യേക സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഒക്കെ ആവശ്യമായി വരുന്ന, സ്പെഷ്യൽ സിറ്റുവേഷനിലൊക്കെ ആവശ്യമായി വരുന്ന വർക്കിംഗ് ക്യാപിറ്റലിനെയാണ് സ്പെഷ്യൽ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർഡ് ടു ക്യാരി ഓൺ എ സ്പെഷ്യൽ സെയിൽസ് ക്യാമ്പയിൻ. ഒരു പ്രത്യേക സെയിൽസ് ക്യാമ്പയിൻ നടത്താൻ ആവശ്യമായി വരുന്ന അഡീഷണൽ ആയിട്ട് വേണ്ടി വരുന്ന വർക്കിംഗ് ക്യാപിറ്റലിനെ നമുക്ക് സ്പെഷ്യൽ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് വിളിക്കാം. അല്ലെങ്കിൽ ഒരു പ്രത്യേക സിറ്റുവേഷനിൽ, സ്ട്രൈക്ക്, ലോക്കൗട്ട് തുടങ്ങിയ സിറ്റുവേഷനിൽ അധികമായിട്ട് ആവശ്യമായി വരുന്ന വർക്കിംഗ് ക്യാപിറ്റലിനെ നമുക്ക് സ്പെഷ്യൽ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് വിളിക്കാം. Okay, but these are the 2 types of variable working capital, that is seasonal working capital and special working capital. Okay, then dangers of deficiency or shortage of working capital. Working capital ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം the amount of working capital needed by a business organization must be adequate. It should not be too large, it should not be too small. അപ്പോൾ രണ്ടും ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഡെഫിഷ്യൻസി ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഷോർട്ടേജ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഷോർട്ടേജ് കമ്പനിക്ക് ആവശ്യമായി വരുന്ന ആഡിക്വേറ്റ് വർക്കിംഗ് ക്യാപിറ്റലിനേക്കാളും കുറഞ്ഞ വർക്കിംഗ് ക്യാപിറ്റൽ അവൈലബിൾ ആകുന്നു. ആ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് വാട്ട് ആർ ദി ഡേഞ്ചേഴ്സ് ഓർ പ്രോബ്ലംസ് ഓഫ് ദിസ് ഡെഫിസിറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ? ഫസ്റ്റ് വൺ, ഇറ്റ് മേ ലീഡ് ടു ബിസിനസ് ഫെയിലിയർ. ആവശ്യമായ ഡേ ടു ഡേ വർക്കിങ്ങിന് ആവശ്യമായ വർക്കിംഗ് ക്യാപിറ്റൽ സ്ഥാപനത്തിന് കിട്ടിയിട്ടില്ല എങ്കിൽ സ്വാഭാവികമായിട്ടും ഇറ്റ് മേ ലീഡ് ടു ഫെയിലിയർ ഓഫ് ബിസിനസ് എൻ്റർപ്രൈസ്. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ, ദി ഫേം കനോട്ട് ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് ന്യൂ ഓപ്പർച്യൂണിറ്റീസ് ടു അഡാപ്റ്റ് ടു ചേഞ്ചസ്. മാറ്റത്തിനനുസരിച്ച് നമ്മുടെ ബിസിനസ് എൻവയോൺമെൻറ്റിൽ വരുന്ന മാറ്റത്തിനനുസരിച്ച് മാറാൻ നമ്മുടെ സ്ഥാപനത്തിന് പറ്റണമെന്നില്ല. ആ പുതിയ ഓപ്പർച്യൂണിറ്റീസൊക്കെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ
പെട്ടെന്ന് നമ്മുടെ സ്ഥാപനത്തിന് സാധിക്കണമെന്നില്ല ബിക്കോസ് ഓഫ് ദീസ് ഡെഫിസിറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. ഓക്കെ, ആൻഡ് തേർഡ് വൺ ഈസ് ട്രേഡ് ഡിസ്കൗണ്ട് വിൽ ബി ലോസ്റ്റ്. ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മൾ കൂടുതലായിട്ട് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രൈസിൽ കുറവ് കിട്ടും. ബൾക്ക് പർച്ചേസ് നടത്തുന്ന സമയത്ത് നമുക്ക് ഓൾറെഡി വർക്കിംഗ് ക്യാപിറ്റൽ വളരെ കുറഞ്ഞ രീതിയിൽ ആ സ്ഥാപനം റൺ ചെയ്യുന്നത് തന്നെ. അങ്ങനെ ആവുന്ന സമയത്ത് ഒന്നിച്ചങ്ങനെ ആവശ്യത്തിലും കൂടുതലായിട്ട് ബൾക്ക് പർച്ചേസ് നടത്താൻ ഒരിക്കലും പറ്റില്ല. മീൻസ് ട്രേഡ് ഡിസ്കൗണ്ട് വിൽ ബി ലോസ്റ്റ്. അതുപോലെ ക്യാഷ് ഡിസ്കൗണ്ട് വിൽ ബി ലോസ്റ്റ്. സ്വാഭാവികമായിട്ടും ഈ ഡെഫിസിറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ആകുന്ന സമയത്ത് സ്ഥാപനത്തിന് കൃത്യസമയത്ത് തന്നെ പേയ്മെൻറ്റൊക്കെ, നമ്മുടെ ക്രെഡിറ്റേഴ്സിനൊക്കെ പേയ്മെൻറ്റ് കൃത്യ ടൈമിന് നടത്താൻ പറ്റാതെ വരും. കൃത്യ ടൈമിന് തന്നെ നമ്മൾ ക്രെഡിറ്റേഴ്സിന് പേയ്മെൻറ്റ് നടത്തുന്ന സമയത്താണ് അവർ നമുക്ക് ഡിസ്കൗണ്ട് അനുവദിക്കും. അതിനെ ക്യാഷ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഡെഫിസിറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ആവുന്ന സമയത്ത് സ്ഥാപനങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഈ പ്രോംപ്റ്റ് പേയ്മെൻറ്റ് നടത്താൻ പറ്റാത്തൊരു സാഹചര്യമാണ്. ആൻഡ് ദെർഫോർ ദി ക്യാഷ് ഡിസ്കൗണ്ട് വിൽ ബി ലോസ്റ്റ്. അങ്ങനെ ക്യാഷ് ഡിസ്കൗണ്ട് നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ഫിനാൻഷ്യൽ റെപ്യൂട്ടേഷൻ ഈസ് ലോസ്റ്റ്. അപ്പോൾ കൃത്യമായി പേയ്മെൻ്റൊക്കെ നടത്തുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥാപനത്തിൻ്റെ ആ റെപ്യൂട്ടേഷൻ, ഫിനാൻഷ്യൽ റെപ്യൂട്ടേഷൻ നഷ്ടപ്പെടുന്നു എന്നാണ് അർത്ഥം. ക്രെഡിറ്റേഴ്സ് മേ അപ്രോച്ച് കോർട്ട് ഓഫ് ലോ ഫോർ വൈൻഡിങ് അപ്പ്. അപ്പോൾ കൃത്യമായിട്ട് ക്രെഡിറ്റേഴ്സിന് പേയ്മെൻ്റ് ഒന്നും നടക്കുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ സ്ഥാപനത്തിൻ്റെ ക്രെഡിറ്റേഴ്സ് മേ അപ്രോച്ച് കോർട്ട് ഓഫ് ലോ ഫോർ വൈൻഡിങ് അപ്പ് ഓഫ് ദി കമ്പനി. കമ്പനി പിരിച്ചുവിടപ്പെടണം എന്ന് പറഞ്ഞ് ക്രെഡിറ്റേഴ്സ് കോടതിയെ സമീപിക്കാൻ ഇടയാക്കും. റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഫോൾസ്. അപ്പോൾ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് സ്വാഭാവികമായിട്ടും കുറഞ്ഞുകൊണ്ടിരിക്കും ഈ ഒരു സിറ്റുവേഷനിൽ. ഇറ്റ് അഫക്ട്സ് ഡിവിഡൻഡ് പോളിസി അഡ്വേഴ്സ്ലി. ഡിവിഡൻഡ് പോളിസിയെ പ്രതികൂലമായിട്ട് ബാധിക്കും. ദി കമ്പനി കനോട്ട് യൂട്ടിലൈസ് ഇറ്റ്സ് ഫിക്സ്ഡ് അസറ്റ്സ് പ്രോപ്പർലി. അപ്പോൾ ആവശ്യത്തിന് വർക്കിംഗ് ക്യാപിറ്റൽ ഇല്ല എങ്കിൽ സ്ഥാപനത്തിൻ്റെ ഫിക്സ്ഡ് അസറ്റ് കൃത്യമായ രീതിയിൽ വിനിയോഗിക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ് അവിടെ സൃഷ്ടിക്കപ്പെടുന്നത്. Okay, these are the important dangers of deficit working capital. Then let us see what are the important dangers, problems of redundant or excessive working capital. Redundant working capital means excessive working capital which is more than the adequate working capital. ആവശ്യത്തിൽ കൂടുതലായിട്ട് വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടാകുന്ന സമയത്ത് അതും അപകടമാണ്. വാട്ട് ആർ ദി ഇമ്പോർട്ടൻറ്റ് ഡേഞ്ചേഴ്സ് ഓഫ് ദിസ് റിഡൻഡൻറ്റ് ഓർ എക്സസീവ് വർക്കിംഗ് ക്യാപിറ്റൽ? എക്സസീവ് വർക്കിംഗ് ക്യാപിറ്റൽ മീൻസ് ഐഡിൽനെസ് ഓഫ് ഫണ്ട്. എക്സസീവ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ആവശ്യത്തിൽ കൂടുതൽ ഫണ്ട് ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ഐഡിലായിട്ട് കിടക്കുക എന്നർത്ഥം. ദിസ് റിസൾട്ട്സ് ഫോൾ ഇൻ ദി റേറ്റ് ഓഫ് റിട്ടേൺ. അതുകൊണ്ട് തന്നെ ഐഡിയലായിട്ട് ഫണ്ട് കിടക്കുന്ന സമയത്ത് നമുക്ക് പ്രോഫിറ്റബിളായിട്ട് ഉപയോഗിക്കാൻ പറ്റാതെ ഫണ്ട് വെറുതെ കിടക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും കൊടുക്കേണ്ടി വരുന്ന നിക്ഷേപത്തിന് മീതെ നമ്മൾ കൊടുക്കേണ്ടി വരുന്ന റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത് കുറഞ്ഞു വരും. ഓക്കെ, ദി വാല്യൂ ഓഫ് ഷെയർസ് മേ ഫോൾ ഡ്യൂ ടു ലോവർ റേറ്റ് ഓഫ് റിട്ടേൺ കുറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഫേമിൻ്റെ ഷെയർസിൻ്റെ മാർക്കറ്റ് വാല്യൂ കുറയാനിടയാകും. ലിബറൽ ഡിവിഡൻഡ് പോളിസി മേ ബി എൻകറേജ്. ലിബറൽ ആയിട്ടുള്ള ഡിവിഡൻഡ് പോളിസി നടത്താൻ വേണ്ടി നമ്മൾ എൻകറേജ് ചെയ്യപ്പെടാൻ ഇടയുണ്ട്. ഇതൊക്കെ അപകടമാണ്. ഓക്കെ, എഫിഷ്യൻസി ഓഫ് മാനേജ്മെൻറ്റ് മേ ഡിറ്റീരിയറേറ്റ്. മാനേജീരിയൽ എഫിഷ്യൻസി കുറഞ്ഞു പോകും. ഇറ്റ് മേ എൻകറേജ് സ്പെക്കുലേഷൻ. പലപ്പോഴും സ്പെക്കുലേഷൻ നടക്കാൻ ഇടയുണ്ട്. ഇതൊക്കെ ദീസ് ആർ ദി ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഷോസ് ദി ഡേഞ്ചേഴ്സ് ഓഫ് എക്സസീവ് വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മുടെ സ്ഥാപനത്തിൻ്റെ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഡെഫിസിറ്റ് ആകാൻ പാടില്ല, അല്ലെങ്കിൽ ഷോർട്ടേജ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ വരാൻ പാടില്ല. അതുപോലെ തന്നെ റിഡൻഡൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ അല്ലെങ്കിൽ എക്സസീവ് വർക്കിംഗ് ക്യാപിറ്റലും സംഭവിക്കാൻ പാടില്ല. പിന്നെ ഒരു ഫേമിൻ്റെ വർക്കിംഗ് ക്യാപിറ്റൽ എങ്ങനെയായിരിക്കണം? ഇറ്റ് മസ്റ്റ് ബി ഓപ്റ്റിമൽ, അല്ലെങ്കിൽ ദി എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ മസ്റ്റ് ബി ആഡിക്വേറ്റ്. ഓക്കെ, അപ്പോൾ ആഡിക്വേറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ആയിരിക്കണം ഒരു ഫേമിന് ഉണ്ടായിരിക്കേണ്ടത്. ആ ആഡിക്വേറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ഡെഫിസിറ്റ് അല്ലെങ്കിൽ ഷോർട്ടേജ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെയും അതുപോലെ തന്നെ റിഡൻഡൻറ്റ് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെയും അപകടങ്ങൾ ഒഴിവാക്കി തരുന്ന ആ ഒരു അവസ്ഥ ആഡിക്വേറ്റ് വർക്കിംഗ് ക്യാപിറ്റലിലൂടെ നമുക്ക് സംജാതമാകുന്നത്. എന്തൊക്കെയാണ്? വാട്ട് ആർ ദി ഇമ്പോർട്ടൻറ്റ് അഡ്വാൻറ്റേജസ് ഓഫ് ആഡിക്വേറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ? ദി ഫേം ക്യാൻ അവൈൽ ക്യാഷ് ഡിസ്കൗണ്ട് ഫെസിലിറ്റി ഓഫേർഡ് ബൈ ദി സപ്ലയേഴ്സ്. അപ്പോൾ സപ്ലയേഴ്സിൽ നിന്നും ക്യാഷ് ഡിസ്കൗണ്ട് ഫെസിലിറ്റി നമുക്ക് അവൈൽ ചെയ്യാൻ സാധിക്കും. എന്തുകൊണ്ടാണ്? നമുക്ക് ആവശ്യത്തിന് വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ട്. ആ വർക്കിംഗ് ക്യാപിറ്റൽ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ബൾക്ക് പർച്ചേസൊക്കെ പേയ്മെൻറ്റൊക്കെ പെട്ടെന്ന് തന്നെ നടത്താൻ സാധിക്കുന്നു. അതുവഴി ഈ ക്രെഡിറ്റേഴ്സിൽ നിന്ന് നമുക്ക് ക്യാഷ് ഡിസ്കൗണ്ട് അവൈൽ ചെയ്യാൻ സാധിക്കും. ഇത് എൻഹാൻസസ് ദി ലിക്വിഡിറ്റി, സോൾവൻസി ആൻഡ് ക്രെഡിറ്റ് ബർത്തിനെസ് ഓഫ് ദി കൺസേൺ. സ്ഥാപനത്തിൻ്റെ ലിക്വിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേയ്മെൻ്റ് എല്ലാം കൃത്യസമയത്തിന് നടത്താനുള്ള ശേഷി. സോൾവൻസി ആൻഡ് ക്രെഡിറ്റ് ബർത്തിനെസ് ഓഫ് ദി സ്ഥാപനത്തിൻ്റെ വിശ്വാസ്യതയൊക്കെ മൊത്തം
വർദ്ധിപ്പിക്കാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നു ഈ ആഡിക്വേറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. ഇറ്റ് ഈസ് പോസിബിൾ ടു മീറ്റ് ദി അൺഫോർസീൻ കണ്ടിൻജൻസീസ്. വർക്കിംഗ് ക്യാപിറ്റൽ ഉള്ളത് കൊണ്ട് തന്നെ, ആഡിക്വേറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഉള്ളത് കൊണ്ട് തന്നെ അൺഫോർസീൻ കണ്ടിൻജൻസീസ് ഒക്കെ ആ സമയത്ത് തന്നെ മീറ്റ് ചെയ്യാനുള്ള ശേഷി സ്ഥാപനത്തിനുണ്ടാവും. ഇറ്റ് ഇംപ്രൂവ്സ് ദി മൊറൈൽ ഓഫ് ദി എക്സിക്യൂട്ടീവ്. വർക്കിംഗ് ക്യാപിറ്റൽ സഫീഷ്യൻറ്റ് അല്ലെങ്കിൽ ആഡിക്വേറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ആ സ്ഥാപനത്തിലുള്ള എക്സിക്യൂട്ടീവ്സിൻ്റെ മൊറൈലെല്ലാം ഇമ്പ്രൂവ് ചെയ്യും. ശരിയായ രീതിയിൽ പ്രവർത്തിക്കാൻ ഫണ്ട് ഇല്ല എന്ന് പറയേണ്ടി വരുന്നില്ല. ഡേ ടു ഡേ വർക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള ഫണ്ട്, ആഡിക്വേറ്റ് ഫണ്ട് നമ്മുടെ കയ്യിലുണ്ട്. അത് അവരുടെ പ്രവർത്തിക്കാനുള്ള ഒരു എനർജി അല്ലെങ്കിൽ ഒരു ഊർജം വർദ്ധിപ്പിക്കും. ഫെസിലിറ്റേറ്റ് ഇൻ മെയിൻറ്റെയിനിങ് ഗുഡ് റിലേഷൻ വിത്ത് ബാങ്ക്സ്. ബാങ്കുമായിട്ടുള്ള ഗുഡ് റിലേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. കൃത്യമായ പേയ്മെൻറ്റൊക്കെ നടത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. ലോണൊക്കെ റീപേയ്മെൻ്റ് എല്ലാം കൃത്യമായി നടക്കുന്ന സമയത്ത് ബാങ്കും മറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. ഇറ്റ് ഈസ് പോസിബിൾ ടു യൂട്ടിലൈസ് ഫിക്സ്ഡ് അസറ്റ് ഫുള്ളി. സ്ഥാപനത്തിൻ്റെ വർക്കിംഗ് ക്യാപിറ്റലിലും ആഡിക്വേറ്റ് ആയ രീതിയിലുള്ള വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥാപനത്തിൻ്റെ ഫിക്സ്ഡ് അസറ്റ് എല്ലാം പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യാനുള്ള ശേഷി സ്ഥാപനത്തിനുണ്ട് എന്നാണ് അർത്ഥം. ഇറ്റ് ഇനബിൾസ് ടു undertake research, innovation and expansion programs. ഇന്നൊവേഷൻസ് അതുപോലെ റിസർച്ച് ഒക്കെ അണ്ടർടേക്ക് ചെയ്യാനുള്ള, ഏറ്റെടുക്കാനുള്ള ശേഷി സ്ഥാപനത്തിനുള്ള. ബിക്കോസ് it has adequate working capital, and finally it increases profitability of the business. ഇതിൻ്റെ ഒക്കെ അൾട്ടിമേറ്റ് റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the adequate working capital helps the business organization to increase the profitability of the enterprise. സ്ഥാപനത്തിൻ്റെ പ്രോഫിറ്റബിലിറ്റി വർദ്ധിപ്പിക്കുന്നതിനാണ് ഇതെല്ലാം സഹായകരമാകുന്നത്. ആഡിക്വേറ്റ് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ അഡ്വാൻറ്റേജസ് ആണ് ഇത്രയും കാര്യങ്ങൾ. ഓക്കെ, നമുക്കിവിടെ അവസാനിപ്പിക്കുന്ന ക്ലാസ്. ഓക്കെ, താങ്ക് യു.